യോ ഹലോ എവരിബഡി. ഞാൻ ഇന്ന് സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. സോ എന്താണ് സ്പിരിച്വൽ അവേക്കനിങ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് വശമുണ്ട്, ഒരു നെഗറ്റീവ് വശമുണ്ട്. പലരും ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവ് വശത്തിനെ കുറിച്ചാണ്. നമ്മൾ ദൈവമായിട്ട് വളരെയധികം കണക്ട് ചെയ്യുന്നു, ഇപ്പം നമ്മൾ സന്യാസത്തിലേക്ക് പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ പലരും മറന്നു പോകുന്നൊരു കാര്യം നമ്മുടെ ഒരു മലയാള സിനിമയിലൂടെ അത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ സാഗരം സാക്ഷി എന്ന് പറയുന്നൊരു സിനിമയിലാണ്. അതായത് മമ്മൂട്ടി ഒരു റിച്ച് ബിസിനസ് മാൻ ആയിരുന്നു. സോ പുള്ളിക്ക് ഇങ്ങനെ പുള്ളി ഒരു വളരെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന ഒരാളാണ്. സോ അങ്ങനെ ഇരിക്കെ പുള്ളിയുടെ ബിസിനസ്സൊക്കെ ഇങ്ങനെ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഒരു ദിവസം ഒരാൾ വന്ന് പുള്ളിയുടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നു. അതായത് എന്തോ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായി. അയാൾ ഭയങ്കര പൊളിറ്റിക്കലി പവറുള്ള ഒരാളായിരുന്നു, നല്ല കണക്ഷൻസ് ഒക്കെ ഉള്ള ആളായിരുന്നു. അയാൾ ഈ ഈഗോ ക്ലാഷിൻ്റെ പുറത്ത് ഈ മമ്മൂട്ടിയുടെ ബിസിനസ് ഫുള്ള് തകർക്കുന്നു. അങ്ങനെ മമ്മൂട്ടി ബിസിനസ് എല്ലാം പൊട്ടി ഡിപ്രഷനിലേക്ക് കിടക്കുന്നു. ബട്ട് പുള്ളിക്ക് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതാകുന്നു. ഈ ഒരു കഥ എഴുതിയത് എനിക്ക് തോന്നുന്നു ലോഹിത സാറാന്ന് തോന്നുന്നു. പുള്ളി അങ്ങനെ പുള്ളി അങ്ങനെ ആൽക്കഹോളും സിഗരറ്റും ഒക്കെ ആയി അങ്ങനെ അങ്ങ് പോയി. ലാസ്റ്റിൽ അദ്ദേഹം സന്യാസിയാകുകയാണ് ചെയ്യുന്നത്. സോ കഥയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്, നമ്മളുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ലൈഫ് പ്രോബ്ലംസിനെയൊക്കെ നമുക്കൊന്ന് മറക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് പലരും സന്യാസം അതൊക്കെ സ്വീകരിക്കുന്നത്. ശരിക്കും അത് സത്യമല്ലേ? ഒരു മെജോറിറ്റി ഓഫ് ആളുകളും അങ്ങനെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നൊരു സംഭവമാണ്. അതായത് പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ പലതും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവത്തിലേക്ക് പിടിക്കുകയാണെങ്കിൽ കുറച്ച് സമാധാനം കിട്ടും എന്നുള്ളൊരു ഇതിലേക്ക് പോകുന്നവരല്ലേ. ശരിക്കും എന്താണ് ലക്ഷറി? നമുക്ക് ഇപ്പോൾ ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ നമ്മൾ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരിക്കും. നമുക്ക് അറിയണം, പല കാര്യങ്ങളും അറിയാനുള്ളൊരു താല്പര്യമായിരിക്കും. നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ബുക്സ് ആയിക്കോട്ടെ, നമുക്ക് ഫിലിംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഈ നോളജിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ അറിയും തോറും നമുക്ക് വീണ്ടും ഇങ്ങനെ കിട്ടണമെന്ന് ഇൻഫർമേഷൻ ഓവർലോഡിങ് കിട്ടണം എന്ന് അങ്ങനെ വീണ്ടും നമുക്ക് ഇങ്ങനെ എപ്പോഴും ഈ വാർത്ത കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് എത്ര വാർത്ത കേട്ട് കഴിഞ്ഞാൽ അവർക്ക് തളരത്തില്ല. വീണ്ടും അത് കേട്ട് അവരുടെ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആകുന്ന അങ്ങനെ. അന്നേരം ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം, അന്നേരമായിരിക്കും അവർ ഇതാകുന്നത്. സോ അതേപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് അതിനെക്കാട്ടി കൂടിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഡോപ്പമിൻ റിലീസ് ആകത്തുള്ളൂ. സോ അന്നേരം നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും വലിയ അർത്ഥമില്ല. നമ്മളൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകും, നമുക്കൊരു വിഷമം, നമുക്ക് ഒന്നിലൊരു ഹാപ്പിനെസ് ഇല്ല. അന്നേരം നമ്മളുടെ പോപ്പുലർ കൾച്ചർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദൈവമാണ് ഫുൾ ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവിടെ പുള്ളിയുടെ ഇതിലാണ് എല്ലാം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഹാപ്പിനെസ്സും കിട്ടും. അങ്ങനെ അതും ട്രൈ ചെയ്യും. സോ അങ്ങനെ ട്രൈ ചെയ്ത് നമ്മളിവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ പ്രസന്റിനെ നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ഉള്ള ബൂൺസ്, നമുക്കുള്ള ബ്ലെസ്സിങ്സ് അതെല്ലാം മറന്ന് നമ്മൾ വേറെ എന്തിനെയോ തേടി നമ്മൾ പോവുകയാണ്. ശരിക്കും നമ്മളുടെ പ്രസന്റിനെ മറന്ന് നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും ആണ് ജീവിക്കുന്നത്. ഈ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായ ആളുകളുടെ മെയിൻ ഇത്. ഇപ്പം തന്നെ ശ്രീബുദ്ധൻ ഒരു പക്ഷേ പുള്ളിക്ക് പുള്ളി രാജാവാണ്. അന്നേരം ഒരു കോമൺ മാനിൻ്റെ ഇതിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ്. ഒരു രാജാവായി ജനിച്ചു, പുള്ളിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, പുള്ളിയുടെ പ്രജകളെ എന്ത് നന്നായിട്ട് നോക്കാം, അല്ലെങ്കിൽ നല്ലൊരു രാജ്യം പടുത്തുയർത്താം, നല്ല സ്കൂൾസ്, നല്ല ഹോസ്പിറ്റൽസ്, നല്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം പുള്ളിയുടെ ആൾക്കാർക്ക് വേണ്ടി. അതായിരുന്നു പുള്ളിയുടെ പ്രസന്റ്. ബട്ട് പുള്ളി അതെല്ലാം വേണ്ടാന്ന് വെച്ച് പുള്ളിയുടെ ചോദ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. സോ ഇറങ്ങിത്തിരിച്ച് ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് പുള്ളി കിട്ടാതായപ്പോൾ പുള്ളി ഒരിക്കൽ പോലും ശ്രീബുദ്ധനെ ഒന്നും കുറ്റം പറയുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ മെഡിറ്റേഷനിലേക്ക് പോകുന്നു, അങ്ങനെ അവേക്കനിങ് ഉണ്ടാകുന്നു. സോ അന്നേരം പറഞ്ഞു വന്നത്, ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് യൂനി. ബട്ട് ശരിക്കും ഈ ഫാക്ടേഴ്സും കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ലക്ഷറി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് എന്തുണ്ട്, ഇന്ന് കിട്ടിയ ഈ സെക്കൻഡ്, ഇന്ന് നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ, ഇന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ,
ഇന്ന് ഈ നിമിഷം നമുക്കുള്ള കാര്യങ്ങൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് വെച്ച് നമുക്ക് എന്തെല്ലാം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. അതല്ലേ ശരിക്കും ഒരു ലക്ഷറി, അതല്ലേ ശരിക്കും ഒരു സന്തോഷം. എനിവേ മൈ പെർസ്പെക്റ്റീവ് വീഡിയോ ഇവിടെ തിരികെയാണ്. ഓക്കെ.